ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ജമ്മുകശ്മീർ നിവാസികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ജയ് സേഹത് പദ്ധതിക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. കോവിഡ് വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാക്രമം തയ്യാറാക്കുന്നതിനായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സർക്കാർ പ്രയത്നിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96% കേരളത്തിലാകെ ചികിത്സയിലുള്ളത് 64,028 രോഗികൾ. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 22 എക്സ്പ്രസ് ഹൈവേകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ജമ്മുകശ്മീർ നിവാസികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന സേഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും പരിപാടി. വിശദാംശങ്ങളുമായി സുവർണ. ജമ്മുകശ്മീരിലെ എല്ലാ ജനങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ സുരക്ഷ നൽകുക, മികച്ച നിലവാരമുള്ളതും താങ്ങാവുന്നതുമായ അവശ്യ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ളതാണ് സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി. ഇതിലൂടെ 15 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി PM ജയ് പദ്ധതിയുടെ ആനുകൂല്യം നീട്ടിക്കൊടുക്കുകയാണ്. ഇവർക്ക് രാജ്യത്തെവിടെയും പദ്ധതി ആനുകൂല്യം ലഭ്യമാകും. PM ജയ്ക്ക് കീഴിലുള്ള ആശുപത്രികളിലും പദ്ധതി പ്രകാരമുള്ള സേവനങ്ങൾ ലഭ്യമാണ്. ജയ് സേഹത് പദ്ധതി നിലവിൽ വരുന്നതോടെ സാർവത്രിക ആരോഗ്യ പരിരക്ഷ നേടുന്ന രാജ്യത്തെ ആദ്യ പ്രദേശമായി ജമ്മുകശ്മീർ മാറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 7ാം ഗഡുവായ 18,000 കോടി രൂപ രാജ്യത്തെ 9 കോടിയിലധികം കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി നിർവഹിച്ചു. 1 ലക്ഷം കോടിയിലേറെ രൂപ പദ്ധതിയിലൂടെ ഇതിനകം കർഷകർക്ക് കൈമാറിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകരുടെ കൃഷിക്കായുള്ള മുതൽ മുടക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പറഞ്ഞു. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. 6 സംസ്ഥാനങ്ങളിലെ കർഷകരുമായും പ്രധാനമന്ത്രി ഇന്നലെ ആശയവിനിമയം നടത്തി. കർഷകരുടെ യഥാർത്ഥ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ന്യൂഡൽഹിയിലെ മെഹ്റൌലിയിൽ കിസാൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം കൃഷിക്കുള്ള ബജറ്റ് വിഹിതം ഉയർത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ ലഭ്യമായാലുടൻ വിതരണം നടത്തുന്നതിനായി മുൻഗണനാക്രമം സംബന്ധിച്ച കാര്യങ്ങളിൽ നടപടികൾ നടത്തിവരുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സർക്കാർ പ്രയത്നിച്ചു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ കോവിഡ് വാക്സിൻ നൽകേണ്ട 30 കോടി ജനങ്ങളുടെ മുൻഗണനാക്രമം തയ്യാറാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തകരും അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തുടനീളം കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള നടപടികൾ ഊർജിതപ്പെടുത്തി കേന്ദ്ര സർക്കാർ. വിവിധ സംസ്ഥാനങ്ങളിൽ വാക്സിനേഷൻ പരിശീലകർക്കുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ നടന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുവാഹത്തിയിലെ അമിൻഗാവിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗുവാഹത്തിയിൽ 2ാമത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ അദ്ദേഹം മുഖ്യ അതിഥിയാകും. 9 ലോ കോളേജുകളുടെ പ്രവർത്തനോദ്ഘാടനവും ശ്രീ അമിത്ഷാ നിർവഹിക്കും. അസമിലെ BJP നേതൃത്വവുമായും ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 22 എക്സ്പ്രസ് ഹൈവേകൾ നിർമ്മിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യയെ ലോകത്തെ ഏറ്റവും മികച്ച ആഗോള സമ്പദ്ഘടനയാക്കി മാറ്റി പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്രമന്ത്രി ആകാശവാണി വാർത്തകൾക്കു നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. നിരവധി സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതുവർഷം മുതൽ രാജ്യത്തെ എല്ലാ വാഹനങ്ങൾക്കും ഫാസ്ടാഗ് നിർബന്ധമാക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. 2021 ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇത്തവണത്തെ ഖാരിഫ് സീസണിൽ 84,178
കോടി രൂപയിലധികം താങ്ങുവിലയ്ക്ക് നെല്ല് സംഭരിച്ചതായി കേന്ദ്ര സർക്കാർ. 54,78,000 കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്തെ ആകെ കോവിഡ് രോഗമുക്തി നിരക്ക് 95.77%. രാജ്യത്ത് 2,81,000 പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്. കോവിഡ് മരണനിരക്ക് 1.45%. കേരളത്തിൽ ഇന്നലെ 4,506 പേർ കോവിഡ് മുക്തി നേടി. അതേസമയം 5,397 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16 കോവിഡ് മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. 48,853 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.04%. 64,028 രോഗികളാണ് ഇപ്പോൾ കേരളത്തിൽ ആകെ ചികിത്സയിലുള്ളത്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 8 കോടി കടന്നു. 5,64 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 17,55,000 കടന്നു. അമേരിക്ക, റഷ്യ, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം കഴിഞ്ഞ ആഴ്ച അവസാനിച്ചപ്പോൾ $2.56 ബില്യൺ ഉയർന്നതായി RBI. രാജ്യത്തെ സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യം $37.02 ബില്യൺ ആയതായും അന്താരാഷ്ട്ര നാണയനിധിയിലെ ഇന്ത്യയുടെ ശേഖരം $160 ദശലക്ഷം വർദ്ധിച്ച് $4.87 ബില്യൺ ആയതായും റിസർവ് ബാങ്ക് അറിയിച്ചു. ലഡാക്ക് MP ജാംഗ്യാൽ സെറിംഗ് നംഗ്യാലിന് മുംബൈ BJP സംഘടന അടൽ സമ്മാൻ പുരസ്കാരം നൽകി ആദരിച്ചു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയും ഭാരത് രത്ന ജേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയുടെ 97ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. മുംബൈ ദീപ് കമൽ ഫൌണ്ടേഷനാണ് മുംബൈയിലെ വീർ സവർക്കർ ഓഡിറ്റോറിയത്തിൽ ഇന്നലെ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിർത്തി സുരക്ഷാ സേനയും ബോർഡർ ഗാർഡ് ബംഗ്ലാദേശും തമ്മിൽ 5 ദിവസം നടന്ന 51ാം ഡയറക്ടർ ജനറൽ തല യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പ്രശ്നബാധിത മേഖലകൾ തിരിച്ചറിയുക, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനും രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിലാണ് തീരുമാനം കൈക്കൊണ്ടത്. മുൻഗണനാ മേഖലകളിൽ സുരക്ഷാ വേലി നിർമ്മിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങി. ഇന്ന് രാവിലെ 11:40 ഉച്ചയ്ക്ക് 12:20 ഇടയിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. മണ്ഡലപൂജയെ തുടർന്ന് ഇന്ന് നട അടയ്ക്കുന്നതോടെ മണ്ഡല മഹോത്സവത്തിന് സമാപനമാകും. ഇന്നലെ അന്തരിച്ച ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ബാലൻ, TP രാമകൃഷ്ണൻ, VS സുനിൽകുമാർ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ മെൽബണിൽ നടക്കുന്ന 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഓസ്ട്രേലിയ 3 വിക്കറ്റ് നഷ്ടത്തിൽ 65 റൺസ് എടുത്തിട്ടുണ്ട്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. രാത്രി 7:30 മത്സരം. 6 കളികളിൽ 2 ജയവും 2 തോൽവിയും 2 സമനിലയും വഴങ്ങിയ ചെന്നൈയിൻ FC പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. അതേസമയം 6 മത്സരങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ജയിച്ചിട്ടില്ലാത്ത ഈസ്റ്റ് ബംഗാൾ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകശ്മീർ നിവാസികൾക്ക് സാർവത്രിക ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന ജയ് സേഹത് പദ്ധതിക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കും. കോവിഡ് വാക്സിൻ നൽകേണ്ടവരുടെ മുൻഗണനാക്രമം തയ്യാറാക്കുന്നതിനായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സർക്കാർ പ്രയത്നിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96%. കേരളത്തിലാകെ ചികിത്സയിലുള്ളത് 64,028 രോഗികൾ. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന 22 എക്സ്പ്രസ് ഹൈവേകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 2ാം ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.
അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15.